നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പല്ലവിയുടെ ജാതകം പരിശോധിച്ചിട്ട് ശാന്തി മുഹൂർത്തം കുറിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അത് മാറ്റിവെച്ചപ്പോ ഞാനതുമായി മറ്റൊരു ജോത്സ്യനെ പോയി കണ്ടു. ആ ജോത്സ്യന് എന്നോട് ഇത് പറഞ്ഞത്. ജോത്സ്യൻ പറഞ്ഞത് മുത്തശ്ശി സമ്മതിക്കുകയും ചെയ്തു. ആദ്യം നാഗദോഷം മാറ്റണം. അതിന് നാഗപഞ്ചമി ദിവസം വരെ കാത്തിരിക്കണം. നാഗപഞ്ചമി ദിവസം ദോഷപരിഹാര ക്രിയകൾ ചെയ്യേണ്ടത്. അതുവരെ പല്ലവിയും വിപിനുമായിട്ടുള്ള ശാന്തി മുഹൂർത്തം നടക്കാൻ പാടില്ല. ഞാനിതെങ്ങനെ പല്ലവിയോട് പറയും? അവളുടെ സ്വഭാവം നിനക്കറിയാലോ. നിന്റെ ജീവൻ ആപത്ത് സംഭവിച്ചാലും സാരമില്ല, അവളുടെ ശാന്തി മുഹൂർത്തം നടക്കണമെന്ന് അവള് വാശി പിടിക്കും. അമ്മ, ഞാൻ എന്താ വേണ്ടത്? അമ്മ അമ്മ അതൊന്നും പറയണം. പല്ലവിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് നീയും അവളും ഒരുപോലെയാ. നിങ്ങളുടെ സുഖവും സന്തോഷവും എനിക്ക് പ്രധാനം. നീയും വിഷമിക്കരുത്, അവളും വിഷമിക്കരുത്. നിനക്കും അവൾക്കും ഒരാപത്തും വരരുത്. അത് സാധ്യമാണോ അമ്മ? സാധിക്കും. നാഗപഞ്ചമി ദിവസം പരിഹാര ക്രിയകൾ ചെയ്യുന്നത് വരെ പല്ലവിയുടെ ശാന്തി മുഹൂർത്തം മാറ്റിവെച്ച അതിന് സാധിക്കും. നീ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടും. അത് ശാന്തി മുഹൂർത്തം മാറ്റിവെക്കാന്നൊക്കെ വെച്ചാ പല്ലവിയുടെ ശാന്തി മുഹൂർത്തം നീ തടയണം. അമ്മ, നീ തന്നെ അത് ചെയ്യണം. അമ്മ, ഞാൻ എങ്ങനെയാ പല്ലവിയുടെ ശാന്തി മുഹൂർത്തത്തെ തടയുന്നേ? അതൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് പല്ലവി ഇതിൽ നിന്നും ഇപ്പൊ നീ പിന്തിരിപ്പിക്കണം. അമ്മ, എനിക്കതിന് സാധിക്കില്ല. നിനക്ക് മാത്രമേ അത് സാധിക്കൂ. നീ അത് സാധിച്ചിരിക്കണം. അമ്മ, അമ്മ എന്തൊക്കെ പറഞ്ഞത്? എനിക്കൊന്നും വ്യക്തമായില്ലല്ലോ. പല്ലവിയുടെ ശാന്തി മുഹൂർത്തം എനിക്കെങ്ങനെയാ തടസ്സപ്പെടുത്താനാവുന്നത്? ഇത് വല്ലാത്തൊരു ധർമ്മസങ്കടായി പോയല്ലോ എന്റെ ഭഗവതി. ഇനി ഞാൻ എന്താ ചെയ്യാ? അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താടോ കണ്ണുകളിൽ നനവുപറ്റിയിരിക്കുന്നത്? താൻ കരഞ്ഞോ? ഒന്നുമില്ല. അത് കള്ളം. എന്തോ ഉണ്ട്. ഒന്നുമില്ല സർ. അമ്മയ്ക്ക് അവിടെ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. എടോ, നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണെന്ന് താൻ അമ്മയോട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ വരാം സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.